ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ചിക്കൻ കട്ട്ലേറ്റാണ്. അതിനാവശ്യമായ സാധനങ്ങൾ: ഞാൻ 1 കപ്പ് ചിക്കൻ എടുത്തിട്ടുണ്ട്, വേവിച്ച് വെച്ചിരിക്കുന്നതാണ്. മഞ്ഞൾപ്പൊടിയും ഉപ്പും ഒരു 1/4 സ്പൂൺ കുരുമുളക് പൊടിയും കൂടിയിട്ട് വേവിച്ച് വെച്ചിരിക്കുന്നതാണ്. ഒരു കിഴങ്ങെടുത്ത് വേവിച്ച് അത് ഉടച്ച് വെച്ചിട്ടുണ്ട്. 2 പച്ചമുളക്, ഒരു 5 വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതാണ്. അതുപോലെ തന്നെ ഒരു ശകലം ഇഞ്ചി എടുത്ത് ചെറുതായിട്ട് കൊത്തി അരിഞ്ഞതാണ്. 2 തണ്ട് കറിവേപ്പില, ഒരു വലിയ സവോള, പിന്നെ ഒരു പുഴുങ്ങിയ മുട്ട, പിന്നെ 3 ബ്രെഡ് പൊടിച്ചതാണ്, പിന്നെ ഒരു മുട്ട അടിച്ചു വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് തയ്യാറാക്കാം. അതിനു മുമ്പ് നമുക്ക് സവോള ഒന്ന് വഴറ്റിയെടുക്കണം. ഞാനൊരു പാനകത്ത് 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേന് നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. പച്ചമുളക് വരുമ്പോൾ ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് സവോളയും കൂടി ഇട്ട് കൊടുക്കാം. സവോളയും കൂടി നല്ലതുപോലെ ഒന്ന് പാടി വരണം. അതിനകത്തിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. നമുക്ക് കുറച്ച് ഉപ്പ് ഇടാവും. നമ്മൾ കിഴങ്ങ് വാട്ടിയപ്പം കിഴങ്ങ് വേവിച്ചപ്പോൾ ഉപ്പിട്ടായിരുന്നു, ചിക്കനകത്തിലും ഉപ്പിട്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറച്ച് ഉപ്പേ ചേർക്കാം. നമ്മുടെ സവോള എല്ലാം നല്ലതുപോലെ വാടിയിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തിലേക്ക് മസാല ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ പെരുംജീരകം, വലിയ ജീരകം, 1 സ്പൂൺ ഗരം മസാല, ഇച്ചിരി കുറച്ച് മഞ്ഞൾപ്പൊടി. ഇനി ഇത് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മൾ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടില്ല. അത് നമ്മൾ ചിക്കൻ വേവിച്ചപ്പോൾ ഇട്ട് കൊടുത്തായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. നമ്മുടെ പൊടിയെല്ലാം മൂത്ത് നല്ലതായിട്ട് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ചിക്കൻ എടുത്ത് ഇട്ട് കൊടുക്കാം. അതിലേക്ക് നമുക്ക് കിഴങ്ങും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കാം. ഞാൻ എടുത്ത് വെച്ച മുട്ട ഒന്ന് കൈ കൊണ്ടൊന്ന് പൊട്ടിച്ചിട്ട് ഇന്നിട്ട് കൊടുക്കണം. ഇതാണ് ഈ കട്ട്ലേറ്റ് ഉണ്ടാക്കുമ്പോൾ മുട്ട പുഴുങ്ങി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. ഇനി നമുക്കിതെല്ലാം കൂടെ യോജിപ്പിച്ച് ഇളക്കാം. നമുക്ക് ഇത് നല്ലതുപോലെ ഇളക്കിയിട്ട് നമുക്ക് ഇനി നോക്കണം ഉപ്പുണ്ടോ എന്ന് പാത്ത് നോക്കണം. ഇല്ലെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് 2 മിനിറ്റ് ഒന്ന് ചൂടാറാൻ വെക്കാം. എല്ലായിടവും നല്ലതുപോലെ മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ഉപ്പ് നോക്കി എല്ലാം പാകത്തിനുണ്ട്, എരിയൊക്കെ ഉണ്ട്. ഇനി നമുക്ക് റെസ്റ്റ് ചെയ്യാം. ഞാനിത് നല്ലതുപോലെ കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇതിനെ നമുക്ക് ഏത് ഷേപ്പിൽ അവർക്കുള്ള ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്കിതെടുക്കാം. ഇത് ഞാൻ കുഴച്ച് വെച്ചിട്ട് ബ്രെഡ് പൊടിച്ച് വെച്ചിട്ടുണ്ട്. ഒരു മുട്ട എടുത്തതാണ്. നമുക്കിത് തയ്യാറാക്കാം. ചെറിയ ചൂടോടെ തന്നെ ഞാനൊരു ഇത്രയും വലിപ്പത്തിലെടുത്ത് ഇങ്ങനെ പരത്തി കണ്ടോ, ഇങ്ങനെ 2 സൈഡിലും 2 കൈയുടെയും കൈവെള്ളയിലിട്ട് ഇങ്ങനെ പരത്തിയെടുത്തതാണ്. ഈ ചെറിയൊരു കട്ടി വേണം. അങ്ങനെ തീരെ നൈസായി കഴിഞ്ഞാൽ ഒടിഞ്ഞു പോകും. അത് നമുക്ക് മുട്ടയ്ക്കകത്തിട്ട് 2 വട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും, പിന്നെ നമ്മുടെ ബ്രെഡ് പൊടിക്കകത്ത് തിരിച്ച് 2 കോട്ടിങ് ചെയ്യുന്നവരുണ്ട്. ഞാനിപ്പോൾ ഒന്നേ ചെയ്യുന്നുള്ളൂ. എന്നിട്ട് മാറ്റി വെക്കുക. ഇതുപോലെ എല്ലാം നമുക്ക് തയ്യാറാക്കാം. അങ്ങനെ നമ്മുടെ കട്ട്ലേറ്റ് എല്ലാം ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയ്ക്കകത്ത് പൊരിച്ചെടുക്കാം. നമ്മുടെ എണ്ണ ഇവിടെ നമ്മൾ കുറച്ച് എണ്ണ ഒഴിച്ച് ഞാനൊന്ന് ചൂടാക്കാൻ വെച്ചു. ഇനി നമുക്ക് നമ്മുടെ കട്ട്ലേറ്റ് ഓരോന്നിട്ട് കൊടുക്കാം. ഒരു 3 എണ്ണം നിൽക്കട്ടെ. ഇനി നമ്മളിത് തിരിച്ചിട്ട് ചെറിയ തീക്കകത്താണ് വേവണം. നമ്മളിനി ഒരെണ്ണം എയർ ഫ്രയറിലും കൂടെ വെച്ച് തയ്യാറാക്കാൻ പോവുകയാണ്. നമ്മൾ കുറച്ച് എണ്ണ തൂത്തിട്ടുണ്ട്. ഓരോന്ന് നമുക്കിന്ന് വെച്ച് കൊടുക്കാം. ഇതിന് എണ്ണ വേണ്ട, എല്ലാവർക്കും അറിയാം. ഒരു 4 എണ്ണം ഞാൻ വെച്ച് കൊടുത്ത് ഒരെണ്ണം കൂടെ വെച്ച് 5 എണ്ണമാക്കി. ഇനി നമുക്കിത് ഓണാക്കി കൊടുക്കാം. ഓണാക്കി നമുക്കിനി ഒരു 218 ഡിഗ്രി വെച്ച് നമ്മുടെ എണ്ണയിലെ കട്ട്ലേറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് പൊരിമാറ്റാം. ഇനി നമുക്ക് 3 എണ്ണം കൂടെ ഉണ്ട്, അത് ഇട്ട് കൊടുക്കാം. നമ്മുടെ എയർ ഫ്രയറിൽ റെഡി ആയിട്ടുണ്ട്. നമുക്കിതെടുത്ത് മാറ്റാം. അങ്ങനെ നമ്മുടെ കട്ട്ലേറ്റ് എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. എയർ ഫ്രയറിലേതാണ്ട് ഈ കളറാണ്, ഇങ്ങനെ നല്ലപോലെ മൊരിഞ്ഞതാണ്. മറ്റേത് നമ്മൾ എണ്ണയ്ക്ക് എത്തിയിട്ടുകൊണ്ടാണ് ബ്രൗൺ കളർ വന്നത്.
നല്ല സോഫ്റ്റാണ്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ്. രണ്ടും നല്ല ടേസ്റ്റാണ് കഴിക്കാനും. എയർ ഫ്രയറിലെ ഇത് എണ്ണ കൊളസ്ട്രോളൊക്കെ ഉള്ളവർക്ക് ഇങ്ങനെ ചെയ്ത് കഴിക്കാവുന്നതാണ്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ രണ്ടായിട്ട് ട്രൈ ചെയ്തത്. ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.